إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم عباد الله أولا بتقوى الله الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 29 ദിവസത്തെ ആരാധനാകർമ്മങ്ങളുടെയും ഒരുപാട് അധ്വാനങ്ങളുടെയും ശേഷം നിറഞ്ഞ മനസ്സുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിക്കൊണ്ട് തക്ബീറിൻ്റെ മന്ത്രധ്വനികൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന മന്ത്രധ്വനികൾ ഉച്ചരിച്ചുകൊണ്ട് ഈ ഈദിൻ്റെ മുസല്ലയിൽ ഇരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹമാണ് ഇവിടെ നമുക്കിരിക്കാൻ പറ്റി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ദിവസം നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾക്ക് ശേഷം ആഘോഷിക്കാൻ വേണ്ടി ഈ ഈദ് മുസല്ലയിൽ വന്നിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിം ആളുകളെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. ചീറിപ്പാഞ്ഞു വരുന്ന ശല്യാക്രമണങ്ങൾക്കും അതേപോലെ തന്നെ വെടിയൊച്ചകൾക്കും ഇടയിൽ തക്ബീറിന്റെ മന്ത്രധ്വനികളുമായിരിക്കുന്ന ഒരുപാട് പിഞ്ചോമനങ്ങൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടതുണ്ട്. തൻ്റെ ഭർത്താവ് മരണപ്പെട്ട് ഇദ്ദയിൽ കഴിയുന്ന, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരിമാരെ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അവരിൽ നിന്നെല്ലാം ഈ ഈദിന്റെ സുദിനത്തിൽ ആഘോഷിക്കാനുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളത് പ്രിയമുള്ളവരെ വലിയ അനുഗ്രഹമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. നിർഭയത്വത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് അള്ളാഹുവിനെ പുകഴ്ത്തുമ്പോൾ അത് കേവലം നാവിലൂടെ വരുന്ന കേവലം ചില പദപ്രയോഗങ്ങളായി മാറരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലും ബാങ്കിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ തക്ബീറുകൾ മുഴക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതെന്റെ ഉറച്ച തീരുമാനമാണ്, ഇത് തിരുത്താൻ കഴിയാത്ത എന്റെ നിലപാടാണ് എന്നും ധീരമായ എന്റെ ആദർശമാണ് എന്നുള്ള തിരിച്ചറിവും നമുക്ക് ഓരോരുത്തർക്കും
ഉണ്ടാകേണ്ടതുണ്ട്. ഏതു പ്രതിസന്ധിയിലും എനിക്കെന്റെ റബ്ബ് മതി എന്നുള്ള തീരുമാനമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്നുള്ള ആ മന്ത്രധ്വനിയിലൂടെ നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നത് എന്ന ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. 29 ദിവസം കൊണ്ട് നേടിയെടുത്ത ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്റെ കച്ചവടത്തെക്കാൾ, എന്റെ ബിസിനസിനേക്കാൾ, എന്റെ ഇണയേക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ ജോലിയേക്കാൾ, ഞാൻ വാങ്ങുന്ന ശമ്പളത്തെക്കാൾ എനിക്ക് ഏറ്റവും വലുത്, എനിക്ക് ഏറ്റവും പ്രിയമുള്ളത് എന്റെ റബ്ബാണ് എന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന മന്ത്രധ്വനിയിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ നബിയെ പറയുക, ഇന്ന സ്വലാത്തി എന്റെ പ്രാർത്ഥനകൾ, വനുസുകി എന്റെ ആരാധനകൾ, വമമാതി വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഓരോ നിമിഷങ്ങളും കഴിച്ചു കൂട്ടുന്നത്. എന്റെ റബ്ബാണ് വലിയവന് എന്ന് പ്രഖ്യാപിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ആ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാനും വേണ്ടിയാണ് എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ജീവിതത്തിന്റെ, ഇസ്ലാമിന്റെ ജീവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കലിമത്ത് തൗഹീദ്, അത് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അല്ലാഹു അല്ലാതെ എനിക്കൊരു ആരാധനയില്ല എന്നും ലൈസ കമിത്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ അവനെ പോലെ ഒന്നുമില്ല എന്നും എന്റെ ആവലാദികളും എന്റെ സങ്കടങ്ങളും എന്റെ പ്രശ്നങ്ങളും ഞാൻ ഇറക്കി വെക്കുന്നത് എന്റെ റബ്ബിനോടാണ് എന്നും എനിക്കെന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, എനിക്കെന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ആ ദൈവങ്ങളിലേക്കും മക്കർബകളിലേക്കും എന്നിലേക്കും ഞാൻ തിരിയുകയില്ല. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ എന്റെ സങ്കടങ്ങൾ, എന്റെ സന്തോഷങ്ങൾ, എന്റെ ആവലാദികൾ ബോധ്യപ്പെടുത്തുകയുള്ളൂ. എനിക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ, ദുനിയാവിന്റെ നേട്ടങ്ങൾ, നാളത്തെ സ്വർഗം, ഇങ്ങനെ എനിക്ക് കിട്ടേണ്ടത് എന്തെല്ലാം ഉണ്ടോ, എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടത് എന്തെല്ലാം ഉണ്ടോ, അത് നൽകാനും മാറ്റിവെക്കാനും കഴിവുള്ളവൻ എന്റെ റബ്ബാണ് എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ആ ഒരു പ്രഖ്യാപനം പ്രിയമുള്ളവരെ ഈ ഈദിന്റെ സുദിനത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തക്ബീറിന്റെ മന്ത്രധ്വനികൾ പ്രഖ്യാപിക്കുമ്പോൾ പ്രിയമുള്ളവരെ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അത് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. സമത്വം എന്നുള്ള വലിയ സന്ദേശമാണ്. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരാളേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ പ്രത്യേകമായ ഒരു സ്ഥാനമില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. لا فضل لعربي على عجمي ولا لأبيض على أسود إلا بالتقوى. ഒരു അറബിക്ക് അനറബിയേക്കാളോ അതല്ലെങ്കിൽ വെളുത്തവന് കറുത്തവനേക്കാളോ നേരെ തിരിച്ചുമോ ഒരു പ്രാധാന്യവുമില്ല അള്ളാഹുവിന്റെ അരികിൽ. ഇല്ലാ ബിത്തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾ ചെയ്ത ആരാധനാ കർമ്മങ്ങളുണ്ടോ, നമ്മൾ ചെയ്ത നോമ്പുണ്ടോ, നമ്മൾ അനുഷ്ഠിച്ച നമസ്കാരങ്ങളുണ്ടോ, അമൽ സ്വാലിഹാത്തുകളുണ്ടോ, അത് ആത്മാർത്ഥമായിട്ടാണോ, അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ടാണോ എങ്കിൽ റബ്ബിന്റെ അരികിൽ സ്ഥാനമുണ്ട്. അത് അറബിയാകട്ടെ അനറബിയാകട്ടെ വെളുത്തവനാകട്ടെ കറുത്തവനാകട്ടെ, ആര് ഇഖ്ലാസോടുകൂടി അമൽ സ്വാലിഹാത്തുകൾ ജീവിതത്തിൽ കെട്ടിപ്പടുക്കുന്നുവോ അവന് സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളുടെയും അഭിമാനം അത് ക്ഷതം വരുത്താൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഇന്ന ദിമാഅകും വ അംവാലകും വ അറാളകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വഫീ ശഹ്രിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. അവിടുത്തെ ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ്, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും അത് പവിത്രമാണ് എന്ന് തന്റെ മുമ്പിൽ ഇരിക്കുന്ന ലക്ഷക്കണക്കിന് സഹാബികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. ഏതുപോലെ കഹുർമതി യൗമിക്കും ഹാദാ, ഈ ദിവസം അതായത് അറഫ ദിവസം എത്രമാത്രം പവിത്രമാണോ അത്രമാത്രം പവിത്രമാണ്. വഫീ ശഹ്രിക്കും ഹാദാ, ഈ മാസം ദുൽഹിജ്ജ മാസം എത്രമാത്രം പവിത്രമാണോ അത്ര പവിത്രമാണ്. വഫീ ബലദിക്കും ഹാദാ, മക്ക എത്രമാത്രം പവിത്രമാണോ അത്രമാത്രം പവിത്രമാണ് മുസ്ലിമിന്റെ അഭിമാനം എന്ന് പറയുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് റബ്ബിന്റെ അരികിൽ സ്ഥാനം വേണോ, അള്ളാഹുവിന്റെ അരികിൽ ദറജ കൂട്ടിക്കിട്ടണോ, അതിന് വേണ്ടത് തഖ്വയോടുകൂടി ആരാധനാ കർമ്മങ്ങൾ
വിഭവങ്ങളിൽ മുഴുകുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ള തിരിച്ചറിവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈദ് നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് കാരുണ്യത്തോടുകൂടി പെരുമാറുക എന്നുള്ളതാണ്. ഒരിക്കലും അക്രമം എന്നുള്ള ഒരു സ്വഭാവം ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. പച്ചക്കടലുള്ള ഓരോ ജീവിയോടും നിങ്ങൾ കാരുണ്യത്തോടുകൂടി പെരുമാറണമെന്ന് പഠിപ്പിച്ചു തന്ന കാരുണ്യത്തിന്റെ പടപ്പാട്ടുപാടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അർറഹിമൂൻ കരുണ കാണിക്കുന്നവർ, യർഹമുഹുമുർ റഹ്മാൻ അത്തരം ആളുകൾക്ക് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം ഉണ്ടാകും. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർള് ഭൂമിയിലുള്ളവരോട് എല്ലാത്തിനോടും, മനുഷ്യരോടാകട്ടെ ജന്തുജാലങ്ങളോടാകട്ടെ എല്ലാത്തിനോടും നിങ്ങൾ കാരുണ്യത്തോടുകൂടി പെരുമാറണം. എങ്കിൽ യർഹമുകും മൻ ഫിസ് സമാ ആകാശത്തുള്ള പരമകാരുണ്യവാനായ റബ്ബ് നിങ്ങളോട് കാരുണ്യത്തോടുകൂടി പെരുമാറുമെന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതെല്ലാം അക്രമമാണ് ചെയ്യുന്നത് എങ്കിൽ, ഒരാൾ അന്യായമായി കൊലപ്പെടുത്തുകയാണ് എങ്കിൽ, ഇന്ന് കൊലപാതകം എന്ന് പറയുന്നത് അത് ഒരു ദിനം പ്രതി നടക്കുന്ന ഒരു ചര്യയായി ഇന്ന് മാറിയിട്ടുണ്ട്. കൊല്ലുന്നവൻ എന്തിന് കൊല്ലുന്നു എന്നറിയാത്ത, കൊല്ലപ്പെടുന്നവൻ എന്തിനാണ് ഞാൻ കൊല്ലപ്പെടുന്നത് എന്നറിയാത്ത കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 32-ാമത്തെ വചനം ഏറെ ശ്രദ്ധേയമാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ആരെങ്കിലും അന്യായമായി ഒരാളെ കൊല്ലുന്നുണ്ട് എങ്കിൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. ഒരാൾക്ക് ജീവന് വേണ്ടി തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ മുഴുവൻ മനുഷ്യരെയും തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിയതിന്റെ പ്രതിഫലം ആ മനുഷ്യന് ലഭിക്കുമെന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം പ്രിയമുള്ളവരെ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ഓർത്തെടുക്കേണ്ടതുണ്ട്. നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെന്ന് തിരിച്ചറിവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ അനുയായികളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമ്പോൾ അയൽവാസിയോടുള്ള ബാധ്യത ഇന്നും തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു ചെറിയ പക്ഷി കുഞ്ഞിനുമായി കടന്നു വരുമ്പോൾ അതിന്റെ തള്ളപ്പക്ഷി അതിനന്വേഷിച്ച് കരയുന്നുണ്ടാകും. അതിനോട് നിങ്ങൾ കാരുണ്യം കാണിക്കണേ എന്ന് ഒരു ചെറിയ പക്ഷിനോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ അധ്യാപനങ്ങൾ നെഞ്ചിലേറ്റുന്ന വിശ്വാസികൾക്ക് ഒരാളെ ഒരു വാക്കുകൾ കൊണ്ടുപോലും നോവിക്കാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവും ഈ ഈദ് നൽകുന്ന വലിയ സന്ദേശമാണ്. മനുഷ്യരോട്, കുട്ടികളോട്, ചെറിയവരോട് വരെ കാരുണ്യം കാണിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുന്ന് തന്റെ പേരക്കുട്ടിയെ ചുംബിക്കുമ്പോൾ അഖറബിൻ യാബിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ഇന്നലി അശറത മിൻ വലദിൻ മാ ഖബ്ബൽതു മിൻഹും അഹദ. എനിക്ക് 10 മക്കളുണ്ട്, ഒരാളെ പോലും ഞാൻ ചുംബിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനിലേക്കൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം. കാരുണ്യം കാണിക്കുന്നില്ല എങ്കിൽ കാരുണ്യവാനായ റബ്ബിന്റെ കാരുണ്യം അത് തടയപ്പെടുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തന്നേക്കാൾ പ്രായം കൂടിയവരോടും ചെറിയവരോടും ജന്തുജാലങ്ങളോടും എല്ലാവരോടും കാരുണ്യത്തോടുകൂടി ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കരുത് എന്ന വലിയ സന്ദേശം ഈ തക്ബീറിന്റെ മന്ത്രധ്വനികൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് നൽകുന്ന പാഠമാണ് എന്നുള്ള തിരിച്ചറിവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത് സ്നേഹബന്ധം വേണമെന്നുള്ളതാണ്. വിശ്വാസികൾ പരസ്പരം സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി ഒരൊറ്റ മനസ്സായി ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. മസലുൽ മുഅ്മിനീന അല്ലദീന ഫീ തവാസുലിഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ്.
പരസ്പരം സഹായിക്കുന്ന വിഷയത്തിൽ, പരസ്പരം കാരുണ്യം കാണിക്കുന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ഒരൊറ്റ ശരീരം പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് വല്ല പ്രയാസവും ഉണ്ടാകുമ്പോൾ, വല്ല ബുദ്ധിമുട്ടും നേരിടുമ്പോൾ ശരീരം മുഴുവനും അതിനോട് ലയിച്ചു ചേരുന്നത് പോലെ വിശ്വാസികൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും വേദന അനുഭവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർവരമ്പുകൾ, പ്രിയമുള്ളവരെ, അതിർത്തികൾ നിശ്ചയിച്ചാലും ശരി, എന്റെ കൂടെ പിറപ്പാണ്, വിശ്വാസിയാണ്, ഞാൻ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്ന വിശ്വാസിയാണ്, അത് പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിന്റെ താഴെ ഇരുന്ന തക്ബീറുകൾ, മന്ത്രധ്വനികൾ ആകാശ ലോകത്തേക്ക് ഉയർത്തിവിടുന്ന എന്റെ വിശ്വാസിയെ ഓർത്തുകൊണ്ട് വേദനിക്കാൻ, അവരുടെ വേദനയിൽ പങ്കാളികളാകാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഈ സമയത്തും വാട്ടർ ബെഡിൽ കിടന്നുകൊണ്ട് മനസ്സുകൊണ്ട് ഈദ് മുസല്ലയിൽ വരുന്ന ആയിരക്കണക്കിന് രോഗികളെ നമ്മൾ ഓർക്കെടുക്കേണ്ടതുണ്ട്. അവരനുഭവിക്കുന്ന വേദനകൾ നമ്മുടെ വേദനകളായി അവർക്ക് വേണ്ടി അല്ലാഹുവേ നീ അവർക്ക് ശമനം നൽകണേ എന്നുള്ള പ്രാർത്ഥന. അതേപോലെ തന്നെ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ അവർക്ക് വേദനയ്ക്ക് ശമനം നൽകണേ, അതേപോലെ തന്നെ അവർ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് നീ കരകയറ്റണേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഈദിന്റെ സുദിനത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതുണ്ട്. നാലാമത് ഈദ് നൽകുന്ന വലിയ മെസ്സേജ് എന്ന് പറയുന്നത് കുടുംബബന്ധം വളരെ പവിത്രതയോടുകൂടി കൊണ്ടു നടക്കണമെന്നുള്ളതാണ്, അത് ഊട്ടിയുറപ്പിക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൻ അഹബ്ബ അൻ യുബസത ലഹു ഫീ റിസ്ഖിഹി വയുൻസാ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും തന്റെ ഉപജീവനം വിശാലമാകാനും അതേപോലെ തന്നെ തന്റെ പിൽമുറക്കാരെ ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഈദിന്റെ സുദിനത്തിൽ വന്നിരിക്കുമ്പോൾ, ഈ ഈദിന്റെ സുദിനത്തിൽ ഉണ്ടാകുമ്പോൾ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ കൂടപ്പിറപ്പുകൾ, എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ജ്യേഷ്ഠാനുജന്മാർ, മാതാപിതാക്കൾ, അതേപോലെ തന്നെ എന്റെ മക്കൾ, എന്റെ ബന്ധുമിത്രാദികൾ, ഒരാളോടും എനിക്കൊരു വിദ്വേഷമില്ല, ഞാൻ ആരോടും പിണങ്ങി നിൽക്കിയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കാനും വിട്ടുവീഴ്ച കാണിക്കാനും പ്രിയമുള്ളവരെ ഈ ഈദിന്റെ സുദിനത്തിൽ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ടവർ, ഒരേ പാലയിൽ കിടന്നുറങ്ങിയവർ, ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നുറങ്ങിയ ആളുകൾ പ്രിയമുള്ളവരെ തെറ്റിയിട്ട് കാലങ്ങളായി, മിണ്ടാതെ നടക്കുന്നിട്ട് കാലങ്ങളായി അവരനുഷ്ഠിച്ച നോമ്പ് കൊണ്ട് അവർ നേടിയത് എന്താണ്? അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് അവർ ലക്ഷ്യമാക്കിയത് എന്താണ്? അവർ രാത്രി സുദീർഘമായി നമസ്കരിച്ചത് കൊണ്ട് അവർ നേടുന്ന സ്വപ്നം, അവർ കാണുന്ന സ്വപ്നം എന്താണ്? പ്രിയമുള്ളവരെ, രാത്രി ഒരുപാട് ഉറക്കമൊഴിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ നടത്തിക്കൊണ്ട് ആകാശ ലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിനോട് ഏറ്റുപറഞ്ഞ തിന്മകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ, ഇപ്പുറത്ത് തന്റെ സഹോദരനുമായി ബന്ധം വിച്ഛേദിച്ചിട്ടാണ് എങ്കിൽ, പ്രിയമുള്ളവരെ 29 ദിവസത്തെ വ്രതം കൊണ്ട് നമ്മൾ നേടിയെടുത്തത് എന്താണ് എന്നുള്ളത് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ ആരെങ്കിലുമാണ് ഈദ് മുസല്ലയിൽ ഇരിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, ഇത് കഴിഞ്ഞ് ഉപ്പ, ഉമ്മ, സഹോദര, സഹോദരി, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, മാപ്പാക്കണം. 29 ദിവസം കൊണ്ട് ഞാൻ റബ്ബിനോട് ഏറ്റുപറഞ്ഞത് സ്വീകരിക്കണമെങ്കിൽ, നീയുമായി പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുന്നു എന്ന് തീരുമാനിക്കാൻ കഴിയേണ്ടതുണ്ട്. കേവലം ചാറ്റിംഗിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല പ്രിയമുള്ളവരെ. നമ്മുടെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അത് നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആത്മാർത്ഥമായി അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർത്തു പിടിച്ചുകൊണ്ട് ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന പ്രവാചകന്റെ അധ്യാപനങ്ങൾ പ്രിയമുള്ളവരെ ഈദിന്റെ സുദിനത്തിലിരിക്കുമ്പോൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കേണ്ടതുണ്ട്. ആരോടെങ്കിലും ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നത് അവസാനിപ്പിക്കാൻ, ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമുക്കത് കഴിയേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകളുണ്ട്,
ചില ആളുകളുണ്ട്, അവരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി, ഇങ്ങോട്ടെങ്ങനെ അങ്ങോട്ടും അങ്ങനെ തന്നെ പെരുമാറുന്ന ആളുകൾ അവർ യഥാർത്ഥ കുടുംബ ബന്ധം ചാർത്തുന്നവരല്ല. വലാകിന്നൽ വസലല്ലദീ വസലഹു ഇദാ ഖതിഅ, മുറിഞ്ഞുപോയ ബന്ധം അത് ചേർക്കുന്നവനാണ് യഥാർത്ഥ കുടുംബ ബന്ധം ചാർത്തുന്നവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് സലാം പറഞ്ഞ അങ്ങോട്ടും സലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരു തഖബ്ബലല്ലാഹിൽ മാത്രം തൻ്റെ സുഹൃത്തിനോട്, തൻ്റെ കൂടപ്പറപ്പിനോട് മെസ്സേജ് അയച്ചുകൊണ്ട് പിന്നെ അടുത്ത റമദാനിന് അടുത്ത മെസ്സേജ് അയക്കുന്ന രീതിയിലേക്ക് മാത്രം ഇന്ന് ബന്ധം ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെയൊന്നുള്ള നിലപാടുള്ളവൻ അത് യഥാർത്ഥ കുടുംബ ബന്ധം ചാർത്തുന്നവനല്ല, മുറിഞ്ഞു പോയ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അഞ്ചാമത്, ഈ ഈദിൽ നമ്മൾ ഓർക്കേണ്ട, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങൾ പ്രിയമുള്ളവരെ 29 ദിവസം ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഉറക്കമൊഴിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, രാത്രി സുദീർഘമായി നമസ്കരിച്ചിട്ടുണ്ട്, പകലിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരനായി വിശുദ്ധ ഖുർആൻ കൂടെ ഉണ്ടായിരുന്നു. നമുക്കൊരു മിനിറ്റ് ഒഴിവിട്ട് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൈകൊണ്ടെടുത്തത് വിശുദ്ധ ഖുർആനായിരുന്നു. നമ്മുടെ ഫോണിൽ ഈ 29 ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ തുറന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനിൻ്റെതായിരുന്നു. അത് പ്രിയമുള്ളവരെ, ഈ ദിവസത്തോട് കൂടി അവസാനിപ്പിക്കരുത്. ഒരു മിനിറ്റ് കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ കൈകൊണ്ട് തൊടേണ്ട ഗ്രന്ഥം എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആപ്ലിക്കേഷൻ ഇനിയും ഒരുപാട് സമയം തുറന്നുകൊണ്ട് ഓരോ ഹർഫിനും 10 കൂലി എന്നുള്ള നിയ്യത്തോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഈ റമദാനോടുകൂടി എല്ലാം അവസാനിപ്പിക്കേണ്ടതല്ല. റമദാനിൽ നോമ്പ് നിർബന്ധമായിട്ടുണ്ടായിരുന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇബാദത്തുകളും റമദാൻ കഴിഞ്ഞാലും നമുക്ക് അനുഷ്ഠിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ആഘോഷിക്കാനുള്ള ദിവസമാണ്. ഈ ആഘോഷിക്കേണ്ട ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ, ഈ ഒരൊറ്റ ദിവസം കൊണ്ട് 29 ദിവസത്തിലൂടെ നേടിയെടുത്ത തഖ്വ മുറിഞ്ഞു പോകുന്ന, അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വലാ തകൂനൂ കല്ലതി നഖളത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഥാ, ഒരുവളെ പോലെ നിങ്ങളാകരുത്. കയറ് പിരിച്ചുണ്ടാക്കി വളരെ ബലവത്താക്കിയതിനു ശേഷം അതഴിച്ചു കളയുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങളാകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 29 ദിവസം കൊണ്ട് നമ്മൾ നേടിയെടുത്ത തഖ്വയുണ്ട്. നമ്മുടെ മനസ്സ് ഇപ്പോഴും നന്മയിലേക്ക് കുതിക്കുന്നതും നന്മയിലേക്ക് മുന്നിടുന്നതും ആയിരുന്നു. ഇനിയും അതുപോലെ തന്നെ ആകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അത് ഈ ഒരു ദിവസത്തോടു കൂടി അവസാനിപ്പിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ റമദാനികൾ മാത്രമാകരുത്. ലാ തകുൻ റമദാനിയ ഇന്നമാ തകുൻ റബ്ബാനിയ, നിങ്ങൾ ഒരു റമദാനികളാകരുത് എന്ന് പൂർവ്വസൂരികൾ അവരുടെ ഈദ് ഖുത്ബയിൽ സൂചിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. റമദാനിൽ മാത്രം നന്നാകുന്ന, റമദാനിൽ മാത്രം ഇബാദത്തുകൾ ചെയ്യുന്ന, റമദാനിൽ മാത്രം രാത്രി നമസ്കരിക്കുന്ന, റമദാനിൽ മാത്രം നോമ്പെടുക്കുന്ന, റമദാനിൽ മാത്രം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, റമദാനിൽ മാത്രം സദഖകൾ കൊടുക്കുന്ന, റമദാനിൽ മാത്രം ക്ഷമയോടുകൂടി ജീവിക്കുന്ന ഒരാളുകളായി മാറരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാകണം. വിശുദ്ധ റമദാൻ കഴിഞ്ഞാലും വിശുദ്ധ ഖുർആൻ എടുക്കുന്ന, സദഖകൾ നിർവഹിക്കുന്ന, അതേപോലെ തന്നെ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു മിനിറ്റ് ഒഴിവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നതാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ട്. റമദാൻ കഴിഞ്ഞു, എല്ലാം അവസാനിപ്പിച്ചു എന്നുള്ളതല്ല. റമദാൻ കഴിഞ്ഞാൽ ആ റമദാനിൽ ചെയ്ത നന്മകൾ എങ്ങനെ എനിക്ക് തുടർന്ന് കൊണ്ടുപോകാനും എന്നുള്ളത് ആലോചിക്കുകയും അതിനൊരു പ്ലാൻ തയ്യാറാക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, റമദാൻ നമുക്ക് ഫലപ്രദമായിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അമലുകൾ അത് റമദാനോടുകൂടി അവസാനിക്കുന്നതല്ല. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരിക്കുന്നത് വരെ നീ ഇബാദത്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏത് നിമിഷമാണ് ആ മരണമെന്ന് പറയുന്ന അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് അറിയുകയില്ല. ഈ ദിവസം തന്നെ
3 തുണിയിൽ പൊതിഞ്ഞ തന്റെ ഉപ്പയുടെ മയ്യത്തിന്റെ മുമ്പിലിരുന്ന് കരയുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ഉമ്മയുടെ മയ്യത്തിന്റെ മുമ്പിലിരുന്ന് കരയുന്നവർ ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട്. മയ്യത്തുകൾ വീട്ടിലിരിക്കുന്ന സമയം ഈ ദിവസത്തിലും ഈ സമയത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അങ്ങനെ ഒരു ദിവസം നമുക്കും കിടക്കാനുള്ളതാണ്. ആ കിടക്കുന്നതുവരെ അധ്വാനിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, അമല് സ്വാലിഹാത്തുകൾ കെട്ടിപ്പടുക്കാൻ നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ആ സമയത്ത് എല്ലാവരും നമ്മെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മാത്രമായി ഒരു യാത്ര, എല്ലാവരും നമ്മെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണങ്കാലുമായി കൂട്ടിയിരക്കുന്ന ഒരു രംഗം വരാനുണ്ട്. എല്ലാവരും നമ്മെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ മാത്രമായി മലക്കുൽ മൗത്തിനെ കാണുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. എല്ലാവരും നമ്മെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ മാത്രം മേൽപോട്ട് മറയുന്ന ഒരു രംഗം വരാനുണ്ട്. എല്ലാവരും നമ്മെ നോക്കി നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഇന്നവരെ അനുഭവിക്കാത്ത വേദന അനുഭവിക്കുന്ന ഒരു രംഗം നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട്. ആ സമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. മലക്കുകൾ കടന്നു വന്നുകൊണ്ട് പേടിക്കേണ്ട, നീ സമാധാനിച്ചു കൊള്ളുക, സാന്ത്വനത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകിക്കൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പ്രിയമുള്ളവരെ, റമദാനിൽ നേടിയെടുത്ത തഖ്വ അത് തുടർന്നുള്ള ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഈദിന്റെ സുദിനത്തോടുകൂടി പിന്നീട് അങ്ങോട്ട് 6 മാസക്കാലം സഹാബികൾ റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പ്, ഞങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത പാരായണം, അതേപോലെ തന്നെ ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ ഇല്ലാത്ത സമയത്തും ഞങ്ങൾ കൊടുത്ത സ്വതക്കകൾ നീ സ്വീകരിക്കണേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും മുടങ്ങാതെ ഉച്ചരിക്കാൻ, പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈദിന്റെ ഈ സുദിനത്തിൽ സുദീർഘമായി കൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സ്വതക്കകൾ അധികരിപ്പിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈദിന്റെ ഖുത്ബയിൽ സ്ത്രീകളിലേക്ക് നോക്കിക്കൊണ്ട് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞിരുന്നു, സ്ത്രീകളെ നിങ്ങളാണ് നരകത്തിൽ ഏറ്റവും കൂടുതലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. എന്നാൽ അതിനുള്ള പരിഹാരവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സ്വതക്കകൾ ധാരാളമായി കൊടുക്കണേ എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ നരകമോചനത്തിലുള്ള മാർഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. ഈ ദിവസവും അങ്ങനെ ധാരാളം സ്വതക്കകൾ കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഈദിന്റെ സുദിനത്തിൽ എല്ലാവിധ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് തക്ബീറിന്റെ മന്ത്രധ്വനികൾ നമ്മൾ എത്രമാത്രം ഉരുവിട്ടിട്ടുണ്ടോ അത് മനസ്സിൽ തട്ടിയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിൽ നൽകുന്ന ഓരോ ആശയങ്ങളും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന ആ ഒരു തക്ബീറിന്റെ മന്ത്രധ്വനികൾ ഉള്ളറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാനും അതനുസരിച്ച് തുടർന്നുള്ള ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഒരുപാട് സമയം ഉറക്കമൊഴിച്ചുകൊണ്ട് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കാരത്തിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലും മറ്റു ആരാധനാ കർമ്മങ്ങളിലുമായിരുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ നോമ്പ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. റയ്യാൻ എന്നുള്ള കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഓരോ നോമ്പിലൂടെ 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹ് റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾക്കും ഓരോ ഹർഫിനും നീ ഞങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹ് റഹ്മാനായ അല്ലാഹുവേ, ഈ ഈദിന്റെ സുദിനത്തിലും നിന്നെ ഓർത്തുകൊണ്ട് നിന്റെ തൃപ്തിക്ക് എതിരാകുന്ന ഒരു പ്രവർത്തനവും ചെയ്യാതെ ആഘോഷിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹ് റഹ്മാനായ അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണമേ. അല്ലാഹ് റഹ്മാനായ അല്ലാഹുവേ, രോഗം കൊണ്ട് ഈദ് മുസല്ലയിലേക്ക് വരാൻ കഴിയാത്ത ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹുവേ, നീ പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹ് റഹ്മാനായ അല്ലാഹുവേ,
ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. നീ തക്കതായ പ്രതിഫലം അല്ലാഹുവേ നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, ഇതിനു വേണ്ടി നിന്റെ തൗഹീദിന്റെ ശബ്ദം ഈ ഭൂമിയിൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, ഉണർത്തുന്നതിന് വേണ്ടി സൗകര്യമൊരുക്കി തന്ന ഈ ബദർ അൽ സഹാമ എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിന്റെ ഭാരവാഹികളുണ്ട്, ഇതിന്റെ ആളുകളുണ്ട്. അല്ലാഹുവേ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، رب ارحمهما كما ربيانا صغارا. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. تقبل الله منا ومنكم والسلام عليكم ورحمة الله وبركاته.